Good morning, welcome back to my channel. ഇന്നിതാ ശിഖക്കുട്ടിക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വേഗത്തിൽ നമുക്കൊരു കൊഞ്ച് ബിരിയാണി റെഡിയാക്കാവേ. കൊഞ്ച് കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നമുക്ക് വേഗം റെഡിയാക്കാം. ഞാൻ എന്താ സവോളയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവോളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ സവോള കുറേയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് വാഷ് ചെയ്ത് നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നത് മിക്സിയിലാണ്. വേഗം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ, ചെറിയ പീസുകളായിട്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ വെച്ച് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ സവാള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എല്ലാം ഒരേ അളവിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുക്കാവാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇഞ്ചി ഞാൻ ചെറിയ പീസുകളാക്കി, അതുപോലെ വെളുത്തുള്ളി ഇച്ചിരി വലിയ ഇതായിരുന്നേ, അപ്പോൾ അതിനെ ചെറിയ പീസാക്കിയിട്ട് കല്ലിലിട്ട് ഇടിച്ചെടുക്കാം കേട്ടോ. കല്ലിലാക്കി നന്നായിട്ട് ഞാൻ ചതച്ചെടുക്കുവാണേ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. അപ്പം ഞാൻ തക്കാളിയും കൂടി കുറച്ച് ചെറിയ പീസുകളാക്കുവാണ്. തക്കാളി ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ചെറിയ തക്കാളിയാണ്, ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കൊഞ്ചിപ്പോൾ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ് കേട്ടോ. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടറിലോ അല്ലെങ്കിൽ ഓയിലിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ചേർത്തിട്ടാണ് അത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഇടുവാണ്. ബട്ടർ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി അതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. അങ്ങനെ ആക്കിയെടുക്കാവേ. ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. അപ്പം ഞാൻ ബിരിയാണിക്ക് എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. അപ്പോൾ ചെറിയ അരിയാണ്, അതാണ് ശിഖയ്ക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കേട്ടോ. വലിയ അരിയേക്കാളും ചെറിയ അരിയാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്ത് അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രൈ ആയാൽ മതി. ഒത്തിരി വേഗണ്ട കേട്ടോ, ഒത്തിരി വേവിക്കേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് റൈസിൻ്റെ ഒപ്പം കൂടി കുക്ക് ചെയ്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത്രയും മതിയേ. ഞാൻ കുക്കറിനകത്താണ് ബിരിയാണി റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ കൊഞ്ച് ബിരിയാണി വയ്ക്കുമ്പോൾ എടുക്കാറ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യം സവോളയാണ് ചേർക്കുന്നത്. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൂട്ടത്തിൽ ചേർക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കില്ലേ ഇഞ്ചിയും വെളുത്തുള്ളി, അതുകൊണ്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഈ സമയത്ത്. അത് നന്നായിട്ട് ചതച്ച് വെച്ചതാണ് കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ശിഖയ്ക്ക് കൊടുത്തു വിടുന്നതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. അത് നന്നായിട്ട് എരിയില്ല, അത് കാരണമാണ് പച്ചമുളക് ഇടാത്തത്. പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തക്കാളിയും കൂടെ നന്നായിട്ട് അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മല്ലിയിലയൊക്കെ ചേർത്ത്, അതുപോലെ നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്തതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് മസാലയൊക്കെ ചേർത്തിട്ട്, ഞാനപ്പോൾ മസാലയായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ്. അത്രയും മാത്രമാണ് ഇതിനകത്ത് മസാലയായിട്ട് പൊടി ഐറ്റംസ് ആയിട്ട് ചേർക്കുന്നത്. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് തന്നെ വലിയ എരിയില്ല, അതുകൊണ്ടാണ് ഇത്രയും ഇടുന്നത്. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ കുറച്ച് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ആ മസാലയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഈ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് കൂടി അതിൻ്റെ ഉള്ളിൽ ചേർക്കാവേ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ആ ബട്ടർ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുവാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി, അതായത് റൈസ് ചേർക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം ഇട്ട ഉപ്പ് പോരാ, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് റൈസ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് 1.5 കപ്പ് റൈസാണ്. 1.5 കപ്പിന് 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമ്മൾ അടച്ചു വെച്ച്
നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണേ. വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുക്കർ അടച്ച് 2 വിസിൽ കേട്ടോ. ഇനിയിപ്പോൾ 2 വിസിലാവുമ്പോഴേക്കും അത് കുക്കായി വരും. 2 വിസിൽ കഴിഞ്ഞ് കാണാവേ. അടയ്ക്കുവാണേ. അടച്ച് 2 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും കേട്ടോ. ബിരിയാണി റെഡിയായപ്പോൾ ചിക്കക്കുട്ടിക്ക് രാവിലെ കഴിക്കാൻ ബിരിയാണി മതി കേട്ടോ. അപ്പോൾ അത് കഴിക്കുവാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.